പച്ചക്കറികളിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, അതുപോലെ കായംപൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് എന്നുള്ളത് ഷെഫ് പിള്ളേൻ്റെ റെസിപ്പിയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പരിപ്പിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെണ്ടയ്ക്ക ഒഴികെയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ വെണ്ടയ്ക്ക വാടിക്കഴിഞ്ഞ് അത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഈ തേങ്ങ വറുത്തരയ്ക്കുകയാണ്. അപ്പോൾ തേങ്ങയിൽ എന്തൊക്കെ ചേർക്കുന്നത്? വെളിച്ചെണ്ണയിൽ ഉലുവ, ജീരകം, അതുപോലെ പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഒരല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ മുളക്, ഉണക്കമുളകും പിന്നെ മല്ലിയും ആണ് ചേർക്കുന്നത്. ഞാൻ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ അല്ല ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ല സാമ്പാറിൻ്റെ നല്ല മണം വരും. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അത് റോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഈ കഷ്ണങ്ങളിലേക്ക് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തേങ്ങ അരച്ചൊഴിച്ചു. അപ്പോൾ അതെല്ലാം കൂടെ സെറ്റായിട്ട് കുറച്ച് നേരം തിളപ്പിച്ചു കേട്ടോ, എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തു, വറുത്തിടും ചെയ്തു. പിന്നെ ഇതാ മീൻ വറുക്കുകയാണ്. മീനും വറുത്ത് കഴിഞ്ഞ് കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, ഒക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കേട്ടോ. സിമ്പിളാണ്.